السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا نبينا شفيعنا حبيبنا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه. الحمد لله. പ്രിയമുള്ളവരെ, നമ്മുടെ ശൈഖായ, നമ്മുടെ ആത്മീയ ഗുരുവായ, നമ്മുടെ കണ്ണിന്റെ കുളിർമയായ, ഹൃദയത്തിന്റെ സ്പന്ദനമായ, നമ്മുടെ റൂഹിന് പ്രകാശമായ, എത്ര പറഞ്ഞാൽ എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, നമ്മളെ അടിസ്ഥാനമായ, നമ്മളെ റസൂലിലേക്ക് വഴി കാണിച്ചു തന്ന, പ്രവാചകരിലേക്ക് എത്തിച്ച, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ വഴിയിലേക്ക് നമ്മെ പ്രവേശിപ്പിച്ച നമ്മുടെ നേതാവായ ഷെയ്ഖുന ഇബ്രാഹിം ഖലീലുല്ലാ ഷാനൂരി എന്നവരുടെ ഉറൂസ് മുബാറക്കാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ജനുവരി 10, 11, 12 തീയതി. ആദ്യമായി ഇത് കേൾക്കുന്ന, കാണുന്ന എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്, നമ്മളെ ഹാല് നന്നാക്കാൻ വേണ്ടിയിട്ട്. അതിനോടനുബന്ധിച്ച് ഒരു സ്മരണിക ഷെയ്ഖുനാനെ സംബന്ധിച്ച് എന്തെങ്കിലും നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുക എന്നുള്ളതാണ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം. അപ്പോ എനിക്ക് കൂടുതലായിട്ട് ഷെയ്ഖുനാനെ അറിയില്ല. ഷെയ്ഖുനാനെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാല് എനിക്ക് ഷെയ്ഖുന എന്ന് പറഞ്ഞാല്, എനിക്ക് നേരത്തെ പറഞ്ഞാൽ കണ്ണിന്റെ കുളിർമയും ഒരു മാധുര്യമായിരുന്നു. ഞാൻ 15 വയസ്സിലാണ്, ഏകദേശം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ബയ്യാത്ത് ചെയ്തത്. അൽഹംദുലില്ലാ, അതൊരു വല്ലാത്തൊരു അനുഭൂതി തന്നെയായിരുന്നു. ഷെയ്ഖുന അന്നേ നമ്മളോട് വല്ലാത്ത സ്നേഹം കാണിച്ചു. എനിക്ക് ആദ്യമായി ഷെയ്ഖുനാനെ കണ്ടപ്പോൾ തന്നെ വല്ലാത്ത സന്തോഷം. എനിക്ക് ഷെയ്ഖുന എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ എന്റെ മനധാരില് തെളിഞ്ഞ മുഖം ഷെയ്ഖുനാന്റെയാണ്. ഷെയ്ഖുനാനെ കാണുമ്പോ വല്ലാത്ത രസമായിരുന്നു, വല്ലാത്ത ഭംഗിയുള്ള ആളായിരുന്നു. സിൽസിലയിൽ എന്റെ ഇത് പറയട്ടെ, സിൽസിലയിൽ ഞാൻ ഷെയ്ഖുന ഇന്നേ വരെ ഷെയ്ഖുനായെ പോലെ സൗന്ദര്യമുള്ള, ഭംഗിയുള്ള ഒരാളെ കണ്ടിട്ടില്ല. വല്ലാത്ത ഭംഗിയായിരുന്നു കാണാൻ. എന്തൊരു മൊഞ്ചായിരുന്നു എന്റെ ഷെയ്ഖിനെ കാണാൻ, വല്ലാത്ത മൊഞ്ചായിരുന്നു. സംസാര രീതിയോ വല്ലാത്ത രസമായിരുന്നു, അത് കേൾക്കാൻ വല്ലാത്ത ഇമ്പമാർന്ന സംസാര രീതിയായിരുന്നു. വ്യാഴാഴ്ചയൊക്കെ ഹൽക്കയിലേക്ക് ക്ലാസ് കട്ട് ചെയ്ത് പോകും. 10ാം ക്ലാസ്സാണ്, പക്ഷെ രാവിലെ ക്ലാസ് കട്ട് ചെയ്തിട്ട് വ്യാഴാഴ്ച പോകും. സ്കൂൾ ഉണ്ടാവുമല്ലോ, വീട്ടിലൊന്നും പറയില്ല. ഒരു ഗുരുപ്രസാദ് വസ്തുയിരുന്നു അന്ന് രാവിലെ, ഞങ്ങൾ പൊതുവന്നാലിരുന്നു. ക്ലാസ് കട്ട് ചെയ്ത് പോകും. അത് താലീമ് കേൾക്കാണ്, അതല്ല, അത് താലീമ് കേൾക്കലൊന്നും എനിക്കതിനെ പറ്റിയൊന്നും അന്തയില്ലെന്ന്. കാണാൻ വല്ലാത്ത രസം, ഒരു സമാധാനം, ഒരു സന്തോഷം കണ്ട. നമ്മളിങ്ങനെ വരുമ്പോ ഷെയ്ഖുന അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ടാവും, ബനിയൻ ഇട്ടിട്ട്. കാരണം നേരത്താണല്ലോ ബസ് എത്തെ, ഹൽക്ക തുടങ്ങുന്നത് വേറെ ടൈമാണ്, നമ്മൾ നേരത്തെ എത്തും. അപ്പൊ ഒരു ബനിയൻ ഇട്ട് ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ ശരീരത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോട്ട, തല മാത്രമല്ല തിരിക്കും, ശരീരത്തോട് കൂടി ഇരുന്ന് നോട്ടും. പൊന്നാനി അങ്ങനെ പറയും. മുറുക്ക തിന്നിട്ട് ആ ചുണ്ട് നല്ല പ്രകാശിക്കുന്ന വെളുത്ത മുഖാശേഷനാണ്, നല്ല ഇടതൂർന്ന താടി, ഒരു വലത്തൊക്കിയിട്ടുണ്ടാവും. ഇടയ്ക്ക് നമ്മളെ ചിഷ്ടി തൊരീഖത്തിന് അനുസ്മരിക്കുമാർ ഒരു മെറൂൺ കളറിലുള്ള ഷാളിട്ടുണ്ടാവും. അന്ന് നല്ല ജമാലിയത്തായിരുന്നു, നല്ല രസകരമായ അതായിരുന്നു. ഇടയ്ക്ക് പച്ച ഷാളിടും, അന്ന് നല്ല ജലാലിയത്തായിരുന്നു. എന്റെ അനുഭവങ്ങൾ പറയുന്നു. അപ്പോ ചുണ്ടിൽ ആ മുഖത്ത്, വെളുത്ത മുഖത്ത്, സുന്ദരമായ മുഖത്ത് മുറുക്കാൻ തിന്ന ആ ചുണ്ടടിച്ച് വന്നിട്ടുണ്ടെങ്കിലുണ്ട് എന്തൊരു രസം എന്നറിയാം. ഇതൊക്കെയാണ് എനിക്ക് ഷെയ്ഖുനാനെ കണ്ടു കഴിഞ്ഞാൽ അള്ളാനെ ഓർമ്മ വരാത്തവരുണ്ടോ എനിക്കറിയില്ല. എനിക്ക് അള്ളാനെ നല്ല ഓർമ്മ. അതായത് അൻഫാസി ഒതുക്കുറൊക്കെ നല്ല ഉഷാറായിരുന്നു ഷെയ്ഖുനാനെ കണ്ടത്. ഷെയ്ഖുനാനെ നേരെ കാണുമ്പോൾ മാത്രമല്ല, ഷെയ്ഖുനാനെ എല്ലാതെ തന്നെ ഓർത്താൽ തന്നെ ദിക്കറ് ജാരിയോ. അതെ, നമ്മള് ചിലപ്പോ എന്നെ ആദ്യമായി ചിഷ്തി ഖാദിരി പ്രവേശിപ്പിച്ച, ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സരണിയിലേക്ക് പ്രവേശിപ്പിച്ച, എനിക്ക് ബൈഅത്ത് ചെയ്തു തന്ന പരിശുദ്ധ വ്യക്തിത്വമായോണ്ടായിരിക്കാം എനിക്കിപ്പോഴും ഷെയ്ഖുനാനെ ആലോചിക്കുമ്പോ എനിക്ക് ഞാൻ ഏത് രംഗത്താണോ ഉള്ളത് അവിടെ ഒന്ന് പ്രകാശിക്കും. ഏത് അവസ്ഥയിലാണോ ഞാൻ ഷെയ്ഖുനാനെ ഓർക്കുന്നത് അവിടെ ഒന്ന് പ്രകാശിക്കും. ഷെയ്ഖുനാനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അതിപ്പോഴും
യക്ലത്തിലും ഷെയ്ഖുനാനെ ഉണർച്ചയിലും നമ്മൾ ഷെയ്ഖുനാനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വപ്നത്തിലും ഇടക്കൊക്കെ കാണും, ഇപ്പോഴും കാണും. മനസ്സിലാവുന്നു. അൽഹംദുലില്ലാഹ്. വേണ്ട വിധത്തിൽ അതവ് കാണിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല, വേണ്ട വിധത്തിൽ അവരെ അനുസരിക്കാനും എനിക്ക് സാധിച്ചിട്ടില്ല. എന്നോട് ഒരിക്കൽ ഷെയ്ഖുന അവസാന ടൈമിൽ ഈ രോഗിയായ സന്ദർഭത്തിൽ ഹോസ്പിറ്റലിൽ ഞാനും ഫിറോസ് ഭായിന്റെ കൂടെ പോയത് ഞാൻ ഷെയ്ഖുനാനെ കാണാൻ പോയപ്പോ ഷെയ്ഖുന എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ ഹൈദരാബാദിലെ ഷെയ്ഖുനാഥങ്ങളെ ഏൽപ്പിക്കുകയാണ്, ഇനി ഷെയ്ഖുനാഥങ്ങൾ അനുസരിച്ച് ഷെയ്ഖുനാഥങ്ങൾ എന്ത് പറഞ്ഞു അതുകൊണ്ട് അനുസരിച്ചുണ്ട് പോയിക്കൊള്ളിയെന്ന് പറഞ്ഞു. മനസ്സിലാവുന്നു. അവസാനമായ ഷെയ്ഖുന എന്നോട് എനിക്ക് തന്ന താലീമ് വഹദത്തുൽ വജൂദാണ്, റാഹ മാരിഫത്തിന്റെ താലീമാണ്. അത് വീട്ടിൽ വഫാത്തിന് കുറച്ച് മുന്നേ ഞാൻ ചെന്നപ്പോ എന്നോട് പറഞ്ഞു, എല്ലായിടത്തും പോയി അവസാനം എത്തിയല്ലേ എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞ വാക്കുണ്ട് എന്നോട്. ഒന്ന്, വഹദത്തുൽ വജൂദിന്റെ ഇൽമ് എനിക്ക്, അതായത് റാഹ മാരിഫത്തിലെ ഇൽമ് എനിക്ക് പറഞ്ഞു തന്നു. അത് വളരെ സിമ്പിൾ ആയിട്ട് കിടന്നോടത്ത് കിടന്നിട്ട് അവരുടെ ശരീരത്തിലേക്ക് കാണിച്ചുകൊണ്ടാണ് ഹഖ് തആലാന്റെ ദുഹൂർ എനിക്ക് പറഞ്ഞു. ഒപ്പാട്ടച്ച തമ്പൂരാണ്. ഞാന് ശരിക്കും പറഞ്ഞു ഇതൊക്കെ വലിയ കമ്പുള്ള ആളാ. ഞാൻ ഇഷ്ടംപോലെ മഹാന്മാരെ സാവസിച്ചിട്ടുണ്ട്. അവരൊന്നും ഞാൻ താഴ്ത്തി പറയണില്ല, അവരൊക്കെ മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷാനൂരിയെ പോലെ, മർക്കാർ ഉസ്താദിനെ പോലെ, അതുപോലെ തന്നെ ബിലാൽ ഷാനൂരി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ, നമ്മളെ ഷെയ്ഖായ കൽബിന്റെ കഷ്ടമായ ഷെയ്ഖുന ആരിഫുദ്ദീൻ ജീലാനി തങ്ങളെ പോലെ അല്ലെ മഹാന്മാർ പലവരിടത്തുനിന്നും നമ്മളെ എൽമ കരസ്ഥമാക്കിയിട്ടുണ്ട്. പക്ഷെ ഷെയ്ഖുന അന്ന് ഒരു ഒന്നോ രണ്ടോ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളെ വെളിയങ്കോടുള്ള തങ്ങളില്ലേ, തങ്ങളുട്ടി എന്നാണ് ഒന്ന് പറയാൻ പറയും, വെളിയങ്കോടുത്തെ തങ്ങളും ഉണ്ടായിരുന്നു എന്റെ ഓർമ്മ ശരിയ. എന്റെ കൂടെ വെറും മുപ്പറും കേട്ടിട്ടുണ്ടാവില്ല, ഒന്നോ രണ്ടോ മിനിറ്റ് അതിനെ സംബന്ധിച്ച് സംസാരിച്ചു. പടച്ചമ്പരടി എന്തൊരു റാഹത്തുകളും എത്ര സിമ്പിൾ ആയിട്ടാണ് അതിനെ തുറന്നതെന്നറിയും. അൽഹംദുലില്ലാഹ്. അൻഫാസിയ ദിക്റിൽ പ്രത്യേകം ശ്രദ്ധയൊന്നും പറയുമായിരുന്നു. അത് ഏത് ക്ലാസ്സിലായിരുന്നു. അന്ന് ആ അവസാന സന്ദർഭത്തിലൊക്കെ ഹൽക്കയിൽ കുറച്ചു നേരം എല്ലാവരും അൻഫാസിയ ദിക്റിൽ ഇരിക്കുന്നു പറഞ്ഞിട്ട് അൻഫാസിയ ദിക്റിൽ മുറാക്കബയായിട്ട് ഷെയ്ഖിനെ വരുന്നതിന് മുന്നേ കുറെ നേരം ഇരുത്തിക്കും ആ ലാസ്റ്റ് സന്ദർഭത്തിൽ. അപ്പോ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അവസാനത്തിൽ എനിക്ക് പറഞ്ഞു തന്ന താലീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അവസാനമായി ചെന്ന സന്ദർഭത്തിൽ പറഞ്ഞ താലീം, ഒന്ന് എനിക്ക് റിജാൽ ഗൈബിന്റെ സ്ഥാനങ്ങളൊക്കെ കാണിച്ചു തന്നു. ഇങ്ങനെ കൈ ഉയർത്തി ഇങ്ങനെ കാണിച്ചു തരാണ്. ഇന്നാൽ ഇന്ന ഇങ്ങനെയാണ് റിജാൽ ഗൈബ്, ഇന്ന ദിവസം ഇന്ന ഭാഗത്ത്, ഇന്ന ദിവസം ഇന്ന ഭാഗത്ത് എന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചു തന്നു. എന്തായാലും സിർന്ന് അറിയില്ല. പിന്നെ എന്നോട് പറഞ്ഞൊരു വാക്ക് ഇതാണ്, അതാണ് വലിയ ഭാവിയിലുള്ള കാര്യങ്ങളൊക്കെ ഷെയ്ഖുന ചില സന്ദർഭത്തിൽ പറയുമായിരുന്നു. എന്നോട് പറഞ്ഞു, എന്ത് പറഞ്ഞു, നിനക്ക് ഖിലാഫത്ത് ലഭിക്കൂ, ഹൈദരാബാദിൽ നിന്ന് ഷെയ്ഖുന തങ്ങൾക്ക് നിനക്ക് ഖിലാഫത്ത് ലഭിക്കും, അന്ന് നീ ആ സ്ഥാനത്തിരുന്ന് പ്രവർത്തിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. മനസ്സിലാവും. അങ്ങനെ ഒരു വാക്കിനോട് പിന്നെ ഈ താലീം വന്നിട്ടാണ് എന്ത് ചെയ്യണത്, നമ്മൾ വിടുന്നത്. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമായി. എനിക്ക് അതെനിക്ക് വല്ലാത്തൊരു എനിക്ക് സ്മരിക്കാൻ പറ്റുന്ന വല്ലാത്തൊരു ദിനമായിരുന്നു. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ ഞാൻ 10ാം ക്ലാസ് ബയ്യത്ത് ചെയ്തുകൊണ്ടൊക്കെ ഷെയ്ഖുനാന്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു തിരൂർ ഏതോ ഒരു പീർബായി ഒഫാത്തായ ടൈമിൽ ഷെയ്ഖുന പോകാം. അപ്പൊ ഞാൻ അന്ന് ഇതേമാതിരി അല്ലാത്ത ദിവസം ചൊല്ലും, ഇടയ്ക്ക് ഞായറാഴ്ച ഒറ്റയ്ക്ക് തനിച്ച് ഞാൻ ചെല്ലാറുണ്ട് ഷെയ്ഖുനാന്റെ അടുത്ത് രാവിലെ. അപ്പൊ ചിലപ്പോഴൊക്കെ ഞാൻ രാവിലെ ചെല്ലുമ്പോ നമ്മുടെ ഖമറുദ്ദീൻ ബായി, ഷെയ്ഖുനാന്റെ മരുവനാണ് ഖമറുദ്ദീൻ ബായി, ഇവിടെ ഉണ്ടാവും. മൂപ്പര് ഖാസായതല്ല. അപ്പൊ ഞാന് ചില സന്ദർഭം മൂപ്പർക്ക് റാഹ തുരീഖത്തോ റാഹ ഹഖീഖത്തോ ഏതോ ഒരു വിഷയം, ഏതോ ഒരു താലീമാണ് സംസാരിക്കുന്നത്. 10 കാര്യം ഹഖീഖത്തിന്റെ 10 കാര്യമാണോ തുരീഖത്തിന്റെ 10 കാര്യമാണോ. അപ്പൊ ഞാൻ ചെല്ലുമ്പോ മൂപ്പരത് അത് കഴിഞ്ഞ് കുറച്ച് സംസാരിച്ചാൽ നിർത്തി കഴിഞ്ഞു. അപ്പൊ ഖമറൂനോട് പോകാൻ പറഞ്ഞു. ഖമറുദ്ദീൻ ബായി നല്ലോണം ഖിദ്മത്ത് ചെയ്താണ് ഷെയ്ഖുന. ഞങ്ങൾക്ക് വല്ലാത്ത ഹബ്ബുള്ള ആളാണ് ഖമറുദ്ദീൻ ബായി, ഫിറോസ് ബായി, പിന്നെ അതുപോലത്തെ മുജീബ് ഉസ്താദ് തിരുവത്തറയത്ത്, ഇതൊക്കെ ഷെയ്ഖുനാന്റെ ഇഷ്ടപാത്രങ്ങളാണ്. പിന്നെ എന്റെ മൂത്തമ്മയുടെ മകൻ അൻവർ ബായി, ഷെയ്ഖുനാക്ക് വല്ലാത്ത ഇഷ്ടമുള്ള ആള്. അവരൊക്കെ നല്ലോണം ഖിദ്മത്ത് ചെയ്തവരാണ്. മുജീബ് ഉസ്താദ് തിരുവത്തറയത്ത്, അതുപോലെ തന്നെ ഫിറോസ് ബായി ഹൈദരാബാദിലുള്ള, ഇവരൊക്കെ വളരെ അതുപോലെ തന്നെ ഖമറുദ്ദീൻ ബായി നല്ല എന്റെ അറിവിൽ ഖിദ്മത്ത് നല്ല എടുത്തോളും ഷെയ്ഖുനാക്ക് വല്ലതും ഇഷ്ടമായിരുന്നു അവരൊക്കെ. മനസ്സിലാണ്. എനിക്കൊക്കെ അസൂയാണ് ആ രംഗത്തൊക്കെ അവരോട് പറയാം. കാരണം എനിക്കൊന്നും അതിന് കൊള്ളൂല. പക്ഷെ ഷെയ്ഖുനാക്ക് ഇന്ന് വല്ലാത്ത ഹുബ്ബായിരുന്നു. ഒരിക്കൽ നമ്മുടെ നരിപ്പറമ്പ് ഉസ്താദ് ഉണ്ടല്ലോ, എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നില്ല, നരിപ്പറമ്പിൽ മറവ് കെട്ട് കിടക്കുന്ന മഹാനായ ഷെയ്ഖുനാന്റെ ഖലീഫ. അപ്പൊ മൂപ്പര് അവിടെ ഉണ്ട്. ഞാൻ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേപോലെ തനിച്ച് ചെന്നപ്പോഴാണോ അപ്പോഴോ തന്നെ കുറച്ച് കഴിഞ്ഞ് മൂപ്പര് വന്നു. അപ്പൊ സിറ്റ് ഔട്ടിൽ ഷെയ്ഖുന ഇരിക്കുകയാണ്. ഇന്ത്യയിൽ
ഒന്നില്ലെങ്കിൽ വ്യാഴാഴ്ച ഹൽക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണോ അതല്ല ഹൽക്കന് മുന്നേ ആണോ അതല്ല വേറെ ഞാൻ തനിച്ച് ചെന്ന സന്ദർഭത്തിലാണ് എനിക്ക് ഓർമ്മ വരണില്ല. അപ്പൊ മൂപ്പരോട് സംസാരിക്കുകയാണ് ഷെയ്ഖുന. ഓരോ കാര്യങ്ങൾ സംസാരിച്ച് മൂപ്പർ വലത് ഭാഗത്ത് കസേരയിൽ ഇരുത്തി ഷെയ്ഖുന ഇരിക്കുന്നുണ്ട്, സംസാരിച്ചുകൊണ്ട്. അപ്പൊ ഞാൻ താഴെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഷെയ്ഖുനാന്റെ താഴെ ഇരിക്കാണ് ക്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പോ താഴെ ഇരിക്കുമ്പോ നരിപ്പറമ്പ് ഉസ്താദിനോട് പറഞ്ഞു, എന്നെ നോക്കി വന്ന് ഇവർക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ ദ്വാരക്കണുണ്ട്, ഇവർക്ക് പ്രത്യേകം ദ്വാരക്കണുണ്ട്. അത് ഉസ്താദ് അവിടെ നിന്നും കണ്ടെന്നുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അത്രയ്ക്ക് സ്നേഹമാണ്, വല്ലാത്ത സ്നേഹമുള്ള ആളാണ്. അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഷെയ്ഖ് വേറെ ആൾക്കാർ തുറക്കാൻ പറയുമ്പോ തന്നെ നമ്മൾ സാധാരണ വിചാരിക്കും മുരീദിനെന്താ തോന്നുന്നത്, ആ മൂപ്പരെക്കാട് വലിയ മഹാനായിരിക്കും അങ്ങനെ തോന്നുന്നുള്ള തോന്നുന്നുണ്ട്. അങ്ങനൊന്നുമില്ല. ഷെയ്ഖുനായ ദ്വാരക്കാൻ മൂപ്പർ ദ്വാരം ചെയ്തു. അതിനോട് തങ്ങളോട് ഇതേമാതിരി എന്നെ കണ്ടു. ഞാനുള്ളപ്പോഴൊക്കെ വേറെ ഏതെങ്കിലും ഷെയ്ഖുനാക്ക് ഇഷ്ടമുള്ള ഒരാളെ കണ്ട ഷെയ്ഖുനാക്ക് തരക്കലില്ലാന്ന് ആകണം എനിക്ക് വേണ്ടി ദ്വാരക്കാൻ പറയും ഷെയ്ഖുന. അപ്പൊ എന്നോട് എന്തൊരു സ്നേഹമുണ്ട്, ഞാൻ എത്ര മോശമാണെന്ന് അറിഞ്ഞാണ്ടല്ലേ അത് ദ്വാരക്കാൻ പറയുന്നത്. വല്ലാത്ത ഗൗരവമാണിട്ട. എന്നോട് ചിലപ്പം ഗൗരവപ്പെട്ട പോലെ ഇവിടെ പലവരോടും ഗൗരവപ്പെട്ടു എനിക്കറിയില്ല. കാരണം എന്റെ വികൃതി കാരണത്താൽ എന്നോട് വളരെ ഗൗരവപ്പെടുമ്പോൾ ശാഠ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഇതേപോലെ നല്ലോണം മറ്റുള്ളവരെ കൊണ്ടുപോലും ദ്വാരിപ്പിക്കും. മനസ്സിലായി. എനിക്കെതിരെ ഒരിക്കലും ഒരാൾ സംസാരിച്ചു. എനിക്കെതിരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് ഇന്ന ആളെ പോലെ തോന്നുന്നുണ്ട്, ഇവന്റെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു. ഷെയ്ഖുനാക്ക് പറ്റിയില്ല. ഷെയ്ഖുന അയാളെ ശകാരിച്ചു. അതായത് അയാളോട് ദേഷ്യപ്പെട്ടു, ഗൗരവപ്പെട്ടു. ഓനങ്ങനൊന്നല്ല ഒന്ന് പറഞ്ഞാണ്ട് അയാളോട് ഇത് പറഞ്ഞാണ്ട് എന്നെ പറ്റി നല്ലത് പറഞ്ഞു. മനസ്സിലാവും. അതുപോലെ മഅദനി ഉസ്താദ് വന്നത്, മഅദനിയോട് വലിയ ഇഷ്ടമാണ് ഷെയ്ഖുനാക്ക്. മഅദനി ആരിഫ് സർക്കാരിന്റെ ബയ്യത്തേതാണല്ലോ. അപ്പൊ അവിടെ ചില്ലൊക്കെ വന്നിരുന്നു മഅദനി. അപ്പൊ ഒരിക്കലൊരു സഹവാസത്തിൽ ഞാൻ അവിടെ ഉണ്ട്. ഷെയ്ഖുന ഓരോ കാര്യങ്ങൾ ഷെയ്ഖുന പറഞ്ഞു കൊടുക്കും മഅദനിക്ക്. പല കാര്യങ്ങളും മഅദനി ഉസ്താദിന് കുറെ ക്ലാസുകൾ, കുറെ വിഷയങ്ങൾ, അതായത് മഅദനി ഉസ്താദിന് സമസ്തക്കാർ പറഞ്ഞിരുന്ന സംശയങ്ങൾക്ക് കുറെ മറുപടി പറഞ്ഞു കൊടുത്തത് ഷെയ്ഖുനാണ്, ഇബ്രാഹിം ഷെയ്ഖുനാണ്. ഞാൻ എന്റെ അനുഭവമാണ്. ഞാൻ അപ്പൊ ഉണ്ട് ആ സദസ്സിലൊക്കെ. സദസ്സിൽ എന്ന് പറഞ്ഞാൽ ഷെയ്ഖുനയും മഅദനിയും ഉണ്ട്, ഞാനും ഉണ്ടാവും അവിടെ. ഞാൻ കയറി പറ്റുന്ന ഉള്ളിൽ. അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ടൈമിലൊക്കെ മഅദനിക്കൊക്കെ ചായ വാങ്ങിപ്പിക്കാനൊക്കെ എന്നോടാ പറയല്, മോനെ ചായ മറ്റേ എന്താ പറയാ ഉറുസിനോടടുത്ത സന്ദർഭമൊക്കെ ആവുമ്പോ അവിടെ കട്ടൻ ചായ ഒക്കെ അവിടെ കട ഉണ്ടാവും. അപ്പൊ ആ കടയിൽ നിന്ന് ചായ വാങ്ങാൻ പറയും. അൽഹംദുലില്ലാഹ് വളരെ അങ്ങനെയൊക്കെ ഒരു തൗഫീഖ് കിട്ടിയിരുന്നു. പിന്നെ ഇതേപോലെ തന്നെ ഷെയ്ഖുന ഹൈദരാബാദിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പള്ളിയിൽ മസ്ജിദ് നൂരിയിൽ ഷെയ്ഖുന കിടന്നുറങ്ങും. അപ്പൊ അതേപോലെ കിടന്നുറങ്ങുമ്പോൾ പോയിട്ട് രാത്രിയിൽ ഷെയ്ഖുനാക്ക് ഉറക്കം കിട്ടണവരെ കാലമർത്താനുള്ള ഭാഗ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഖിദ്മത്ത് ചെയ്യാനൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അല്ലെ, ഒരു അനുഗ്രഹം പറയാണ്. അല്ലാതെ കൂടുതലൊന്നും നമുക്ക് അങ്ങനൊന്നും സാധിച്ചിട്ടില്ല മറ്റുള്ളവരെ പോലെ. എനിക്ക് അറിഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും ഷെയ്ഖുനാനെ ഞാൻ അറിഞ്ഞെന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു തആല നമുക്കൊക്കെ മശായിഖുമാരുടെ ആ നിസ്ബത്ത് നിലനിർത്തി പോകാൻ തൗഫീഖ് നൽകട്ടെ. ഏതായാലും എനിക്ക് പറയാനുള്ള ഷെയ്ഖുനാന്റെ ദുആണ് ഇപ്പോഴുള്ള ഞാന് ഷെയ്ഖുനാന്റെ ദുആണ്. ഷെയ്ഖുനാന്റെ തസറുഫാണ്. ഓല് നമ്മളെ കഞ്ഞി വിട്ടില്ല. അവര് നല്ല പിടുത്തം പിടിച്ച് നമ്മളെ പോയാലേക്ക് ഇപ്പോഴും അവരുടെ ആ ഫൈവ് തന്നെയാണ് നമ്മളിൽ. നമുക്ക് ആരിഫ് സർക്കാരിനെ അറിയില്ലായിരുന്നു ബയ്യത്ത് ചെയ്ത ടൈമില്, മൂർഷാദങ്ങൾ പാപ്പാനെ അറിയില്ലായിരുന്നു ബയ്യത്ത് ചെയ്തിട്ട്. ഒക്കെ ആരാ പറഞ്ഞത്? ഒക്കെ നമ്മള് ചിശ്തി ഖാദിറിന്റെ ഷെയ്ഖാണ് ഇബ്രാഹിം നൂരി എന്നുള്ള നിലയ്ക്ക് നമ്മൾ വന്നു, ബയ്യത്ത് ചെയ്തു. അവരിലൂടെയാണ് ആരിഫ് സർക്കാരിന്റെ അവരെ കൊണ്ടുപോയത്. പോകുമ്പോ തന്നെ പറഞ്ഞത് എന്താണ്? വലിയ തങ്ങൾ, നമുക്ക് വലിയ തങ്ങൾ പാപ്പാനെ അറിയില്ല. അതൊക്കെ സ്വപ്നത്തിലൂടെയും മറ്റും വലിയ തങ്ങൾ പാപ്പാനെയാണ് ഷെയ്ഖുനാന്റെ കൂടെ ഒക്കെ കണ്ടിരിക്കണ സ്വപ്നത്തിലൂടെ, അല്ലാതെയും കണ്ടിട്ടുണ്ട്. എന്നല്ലാതെ വേറൊന്നും അറിയില്ല. എന്നോട് പറഞ്ഞു, പോട ടൈമിൽ പറഞ്ഞത് ആരിഫുദ്ദീൻ ജീലാനി സർക്കാർ വെറും ജാനശീനല്ല, ഷെയ്ഖാണ്. മൂർഷാദ് തങ്ങൾ പാപ്പാനെ എങ്ങനെ കണ്ടോ അങ്ങനെ തന്നെ കാണണം. അങ്ങനെ ആരിഫുദ്ദീൻ ജീലാനി സർക്കാരിന്റെ വഫാത്തിന് ശേഷവും തന്റെ ഷെയ്ഖിനെ പോലെയല്ല ഷെയ്ഖായിട്ട് കണ്ടവരാണ് ആര്? ഇബ്രാഹിം നൂരി ഷെയ്ഖുന, ഇബ്രാഹിം ഖലീലുല്ലാഹ് ഷാ നൂരി എന്നവര്. മനസ്സിലാവണ്ട? അൽഹംദുലില്ലാഹ്. അപ്പൊ ആരിഫ് സർക്കാരിനെ ഒക്കെ നമുക്ക് കാണിച്ചത്, ഹൈദരാബാദ് കാണിച്ചിരുന്നത് ആരാണ്? ഇബ്രാഹിം നൂരി ഷെയ്ഖുനാണ്. അവിടുന്ന് ആണല്ലോ ഞാൻ പിന്നീട് പിച്ച വെക്കുന്നത്. അവര് കൊണ്ടുവന്നിട്ട് അതന്നെ ഒരു 6 മാസം കാണോ ഷെയ്ഖുനാന്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഹൈദരാബാദിൽ കൊണ്ടുപോയി. പിന്നെ ഇങ്ങനെ ഷെയ്ഖുനെ വരുമ്പോ കാണും. പിന്നെ ഇവിടെ വന്നാക്കപ്പോ നാട്ടിൽ വന്ന ഷെയ്ഖുനാണ് താമസിപ്പിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ തനിച്ചു പോയിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് കമറുദ്ദീൻ, ഞാൻ ചെന്ന സന്ദർഭത്തിൽ കമറുദ്ദീൻ ഉണ്ടാവും. കമറുദ്ദീൻ ബായി എന്ന് പറയുന്നത് കമറുദ്ദീൻ ബായി. അപ്പൊ കമറുദ്ദീൻ ഉസ്താദ് അവിടെ ഉണ്ടാവുമ്പോൾ അവർക്ക് ഇതേപോലെ റാഹത്തുരിയത്തിന്റെയോ ഹക്കീഖത്തിന്റെയോ അങ്ങനെ ആ ക്ലാസ്സുകൾ ഇങ്ങനെ 10 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒഴിവാക്കുമ്പോ അത് കഴിഞ്ഞാൽ ഇവരിക്കട്ടെ എന്ന് പറയും.
അങ്ങനെ എനിക്ക് അങ്ങനെ തുടക്കത്തിൽ ഷെയ്ഖുനാന്റെ അടുത്ത് തുടക്കത്തിൽ ഹൈദരാബാദ് വന്ന തുടക്കത്തിൽ റാഹ ശരീഅത്തിന്റെ 10 കാര്യങ്ങൾ പഠിപ്പിച്ചു വന്നു. ആദ്യം ചോദിച്ചിട്ട് അതൊക്കെ എനിക്ക് ഉഷാറാണ് എന്നൊക്കെ പറഞ്ഞാണ് ആ റാഹ ശരീഅത്തിന്റെ 10 കാര്യം. ഇനി അടുത്ത പ്രാവശ്യ റാഹ ത്വരീഖത്തിന് പഠിപ്പിച്ചാൽ ഇതിൽ അമല് ചെയ്യാൻ പറയും. അങ്ങനെയാ ഒരിക്കൽ ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ തിരൂർ ആള് ഓഫാത്തായിട്ട് ഞാൻ യാത്ര ചെയ്യാണ്. ഷെയ്ഖുനാന്റെ കാറിൽ ഷെയ്ഖുന കയറ്റി തന്നെ. അപ്പൊ ഓഫാത്തോടത്ത് പോവാ, നീ ഉണ്ടാന്ന് ചോദിച്ചു. അപ്പൊ ഞാനുണ്ട് എന്ന് പറഞ്ഞു. എന്നാ കേറുന്ന് പറഞ്ഞു. നീ ഉണ്ടോന്നാ ചോദിച്ചു. നീ ഉണ്ടോന്ന് ചോദിച്ചപ്പോ കേറാൻ പറഞ്ഞു. ഷെയ്ഖുനാന്റെ കൂടെ തന്നെ ഇരുത്തി. അങ്ങനെ പോകുമ്പോള് ആ റോഡ് സൈഡില് തെങ്ങിൻ തോട്ടങ്ങൾ ഇതൊക്കെ ഉണ്ട്. അത് കണ്ടപ്പോ ഷെയ്ഖുന എന്നോട് അങ്ങനെ ഷെയ്ഖുന പഠിപ്പിച്ചത് ആധാറിലെ തൗഹീദ് ആദ്യമായിട്ട് കേൾക്കുന്ന ഷെയ്ഖുനാഥങ്ങൾ ഈ എന്താ പറയാ എന്റെ ഷെയ്ഖ ഇബ്രാഹിം ഷെയ്ഖുനാൻ 2 കാര്യങ്ങൾ ആദ്യമായിട്ട് ഞാൻ ഷെയ്ഖുനായിൽ കൂടെയാണ് കിട്ടുന്നത്. മനസ്സിലാവുണ്ടോ? അതായത് ആധാറിലെ തൗഹീദ് ഇങ്ങനെ കാണിച്ചു തരാണ്. തോട്ടം ഇതിങ്ങനെ കാണിച്ചു തന്നിട്ട് അതിനെ സംബന്ധിച്ച് പറയാണ് ഇതിന്റെ ഉടമസ്ഥൻ ഇദ്ദേഹത്തിന് അമാനത്ത് മാത്രമാണ്, ഇതിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്, ഇങ്ങനെ നോക്കണോട്ടാ എന്നൊക്കെ പറഞ്ഞു കണ്ട് എന്റെ ഹൃദയം എന്റെ നെഞ്ഞിന്റെ ഭാഗത്ത് ഷെയ്ഖുന കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി അള്ളാഹു എനിക്ക് തുറന്നിരട്ടെ എന്നാട്ട്. എന്തോ ഒരു സ്നേഹത്തിലാണെന്ന് പറയും. ഇതൊക്കെയാണ് നമുക്കുള്ള കാഴ്ചപ്പാടും നമ്മുടെ ഹാലും ഒക്കെ. ആ ഒരു നെഞ്ഞിമൽ ഇങ്ങനെ ഉയരണല്ലോ, അത് വെറുതെ അല്ല. പിന്നെ ഞാൻ കാണുന്ന എന്റെ അനുഭവം നൂർഷാൻ പാപ്പാണ് ഒരിക്കൽ സ്വപ്നത്തിൽ കണ്ടപ്പോൾ നൂർഷാൻ പാപ്പ അതേപോലെ എന്റെ നെഞ്ഞിങ്ങൾ ഉയർന്നു സ്വപ്നത്തിൽ. ഇതൊക്കെ തന്നെ നമ്മുടെ തുറവടിപ്പാട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ എന്റെ അനുഭവം അങ്ങനെയാണ്. പിന്നുള്ളതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹബീബായ നമ്മുടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് ഞാൻ സ്വപ്നത്തിൽ കാണും, വ്യക്തമായിട്ട് സ്വപ്നത്തിൽ കാണുന്നത് ഷെയ്ഖുനാ തങ്ങളുടെ രൂപത്തിൽ എന്താ പറയാ ഇബ്രാഹിം ഷെയ്ഖുനാന്റെ രൂപത്തിലാണ് ആദ്യമായിട്ട് കാണും. അതേ ചുവന്ന ചുണ്ടോട് കൂടിയിട്ട് എന്തൊരു രസമായിരുന്നു. ആ ഷെയ്ഖും പാറപ്പത്ത് ഷെയ്ഖുനാന്റെ രൂപത്തിലാണ് ആദ്യമായിട്ട് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നത്. ആദ്യത്തെ കാഴ്ച അങ്ങനെയാണ് ആ പാറപ്പത്ത് ഷെയ്ഖുനായിലൂടെയാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഉള്ളത് തുറന്ന് പറയാലോ, അതുകൊണ്ട് പറഞ്ഞതാണ് അമ്മാബിൻ അഹമ്മദ് റബ്ബിക ഫഹദ്ദിസ്. അപ്പോ ഇതൊക്കെയാണ് എന്റെ ഷെയ്ഖുന. ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്റെ ഷെയ്ഖുന എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. എനിക്ക് ഇപ്പോഴും വല്ലാത്ത ഹുബ്ബാണ് അവരോട്. പിന്നെന്താ പറയാ, ഇപ്പോഴും നമ്മള് അവരോടൊക്കെ വഴിയിലായിക്കൊണ്ട് ബഹുമാനപ്പെട്ട എന്താ പറയാ ആരിഫുദ്ദീൻ ജീലാനി സർക്കാർ പഠനന്മാര് ചെയ്തോളി എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ആരിഫുദ്ദീൻ ജീലാനി ഷെയ്ഖുനാ തങ്ങളെ ആ അവസാനത്തെ വിസാലിന്റെ സന്ദർഭത്തിലാണ് എന്നോട് എന്താ പറയാ ആരിഫുദ്ദീൻ ജീലാനി തങ്ങളുടെ ആ ഇജാസത്ത് പ്രകാരം ഞാൻ നൂർഷാ സാനി സർക്കാരുമായിട്ടുള്ള ആ കൂടുതൽ ബന്ധം ആത്മീയ ബന്ധം പുതുക്കുന്നത്. ആത്മീയ ബന്ധം പുതുക്കി അവരുടെ തെർബീയത്തിലായിട്ട് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഷെയ്ഖുനാന്റെ പാറപ്പുറത്ത് ഷെയ്ഖുനാന്റെ തിരുനോട്ടമാണ്, അവരുടെ ദുആയാണ്. ആ നൂർഷാ സാനി സർക്കാർ ഇപ്പോൾ എന്നെ അവരും വല്ലാത്ത സ്നേഹത്തോടുകൂടി എന്നെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അവരുടെ തെർബീയത്തിലായിട്ട് ഇപ്പൊ ഞാൻ അവരുടെ തെർബീയത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് പാറപ്പുറത്ത് ഷെയ്ഖുനാന്റെ തെർബീയത്താണ്. അത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാനി സർക്കാർ. നമുക്കിപ്പോ ഒക്കെ സാനി സർക്കാരിലൂടെ കിട്ടിക്കൊണ്ടിരിക്കും. ആ സാനി സർക്കാരിലൂടെ എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാറപ്പുറത്തെ ഷെയ്ഖുനാന്റെ എല്ലാ ഫൈളാനും ബഹുമാനപ്പെട്ട നൂർഷാ സാനി സർക്കാർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ സിൽസിലയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാ സിൽസിലയിലത്തെ മൊത്തം സിൽസില നൂരിയയിൽ ഇപ്പോഴുള്ള ഷെയ്ഖ് നൂർഷാ സാനി സർക്കാരാണ്. ആ നൂർഷാ സാനി സർക്കാരിലൂടെയാണ് എല്ലാ സിൽസില നൂരിയിലുള്ള എല്ലാവർക്കും ഇപ്പൊ ഫൈള് ലഭിക്കുന്നത്. ആരിൽ കൂടിയാണ്? സിൽസില നൂരിയ ആരിഫിയയിൽ ബഹുമാനപ്പെട്ട നൂർഷാ സാനി സർക്കാരിലൂടെയാണ്. തൗബലല്ലാഹു ഉംറഹു വറഫഅ ദറജതഹു. അവരിലൂടെയാണ് സിൽസില നൂരിയ ആരിഫിയയിലുള്ള ഓരോരുത്തരും ഫൈൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല അവരുടെ വരവാണ്. ഷെയ്ഖുനാന്റെ ഉറൂസിനായിട്ട് മഹാനായ ഷെയ്ഖുന വരുന്നുണ്ട്. അവരോട് സഹവസിക്കാനും അള്ളാഹുലേക്ക് അടുക്കാനും പദവികൾ ഉയരാനൊക്കെ ഉന്നതമായ തൗഫീഖ് നൽകി നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു തആല നമ്മളെ ഷെയ്ഖുന ഇബ്രാഹിം ഷെയ്ഖുനാക്ക് അവരെ സദക്കലാണ് ദ്വാരക്കുന്നത്. നമ്മൾക്കൊരു സമാധാനത്തിന് വേണ്ടി ദ്വാരക്കുക. അവർക്ക് നമ്മൾ വരുന്നുണ്ട് ദർജ ഉയർന്നും വേണ്ട. അല്ലാഹു തആല ഷെയ്ഖുന ഇബ്രാഹിം ഷെയ്ഖുനാണ് ദർജാത്തുകൾ ഇപ്പോൾ എത്രയാണോ അള്ളാഹിന്റെ അടുത്തുള്ളത് അതിനേക്കാൾ ഉയർന്ന ദർജയിലേക്ക് നമ്മളെ ഷെയ്ഖുനാനെ എത്തിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അവരുടെ ലില്ലായിക്കൊണ്ട് ഇവിടെയും നാളെ മഹ്ശറയിലും ഒരുമിച്ച് സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുള്ള തൗഫീഖ് നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ. ബിജാഹി സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.